കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഈ വീഡിയോ കാണുന്ന ഏവരെയും IAGM എക്കോ സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനോടനുബന്ധിച്ചുള്ള അനവധി വീഡിയോകൾ ഇതിനു മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്ന് പറയുന്നത് ദൈവവചനത്തിൻ്റെ യാഥാർത്ഥ്യതയും വിശ്വാസികളുടേതായ അല്ലെങ്കിൽ സഭയുടെ ഏറ്റവും പ്രത്യാശയുള്ള ഒരു വിഷയമാണ് യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനം എന്നുള്ളത്. യേശുക്രിസ്തുവിൻ്റെ വരവിന് മുൻപ് ഈ ഭൂമിയിൽ അനവധി സംഭവങ്ങൾ അടയാളങ്ങളായി സംഭവിക്കും എന്ന് കർത്താവ് തന്നെ തിരുവചനത്തിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തിനു മുൻപ് ഈ ഭൂമിയിൽ സംഭവിക്കുന്ന ചില അടയാളങ്ങളിൽ ഒരു അടയാളം മഹാവ്യാധികൾ സംഭവിക്കും എന്നു യേശു പറഞ്ഞ വിഷയത്തെക്കുറിച്ച് ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ നിങ്ങളോടുകൂടെ ഞാൻ പങ്കുവച്ചിരുന്നു. ആ വീഡിയോകളെല്ലാം IAGM എക്കോ എന്ന പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ദയവായി നിങ്ങൾ എല്ലാവരും അതിനെ കണ്ട് സത്യത്തെ ഗ്രഹിച്ച് അറിയുവാനും ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ സ്നേഹമായി ഓർപ്പിക്കുന്നു. എന്നാൽ ഈ വീഡിയോയിൽ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് മുൻപ് നടക്കുന്ന യേശു അടയാളങ്ങളായി പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ വിഷയത്തെക്കുറിച്ച് അല്പമായി തിരുവചന വെളിച്ചത്തിലും ചരിത്രത്തിൽ നിന്നും നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ക്രിസ്തുവിൽ ആശിക്കുന്നു. അതിനാധാരമായി മത്തായി സുവിശേഷം 24-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാവും, എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭം അത്രേ. യേശുക്രിസ്തുവിൻ്റെ വരവിന് മുൻപ് അടയാളങ്ങളായി സംഭവിക്കുവാൻ പോകുന്ന സംഭവങ്ങളിൽ രണ്ടാമത്തെ കാര്യം യേശു പറഞ്ഞത് അവിടെയായി ക്ഷാമങ്ങൾ ഉണ്ടാകുമെന്ന് യേശു മുന്നറിയിപ്പ് നൽകി. ഈ ലോകത്തിൽ ക്ഷാമങ്ങൾ എന്നുള്ളൊരു വിഷയം പരക്കെ കാലാകാലങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്നുള്ളത് ചരിത്രത്തിലും നേരിട്ടും അനേകർ കണ്ടിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതുമായ വിഷയമാണ്. എന്താണ് ക്ഷാമം? അതിനെക്കുറിച്ചുള്ള ഒരു നിർവചനം എല്ലാവർക്കും അത് വ്യക്തമായി അറിയാന്നുള്ള വിഷയമാണ്. എന്നാൽ ക്ഷാമം എന്നുള്ള വാക്കിനെ ഇങ്ങനെ നമുക്ക് വിശേഷിപ്പിക്കാം: ദീർഘകാലങ്ങളോ അല്ലെങ്കിൽ ദീർഘനാളുകൾ ആഹാരക്ഷാമം ഉണ്ടായി, അതിലൂടെ മനുഷ്യൻ രോഗബാധിതനായി തീരുകയും മരിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം ഈ ആഹാരക്കുറവിനാൽ അല്ലെങ്കിൽ ആഹാരക്ഷാമത്താൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തെയാണ് ക്ഷാമം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ ക്ഷാമം വിവിധ കാരണങ്ങളാലാണ് ഭൂമിയിൽ സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് പ്രാരംഭത്തിൽ അതിനെക്കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ. ഈ ക്ഷാമങ്ങൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ആഹാരക്ഷാമം ഉണ്ടാകുന്നത് വിവിധ കാരണങ്ങളാലാണ്. പ്രകൃതി ക്ഷോഭങ്ങളാലും വരൾച്ചയാലും അല്ലെങ്കിൽ വിളവുകൾ നശിപ്പിക്കപ്പെടുന്നത് നിമിത്തവും വിളവുകൾ ഇല്ലാതെ പോകുന്ന നിമിത്തവും യുദ്ധങ്ങൾ, രാഷ്ട്രീയ ഇടപെടലുകൾ, ഇങ്ങനെയുള്ള വിവിധ കാരണങ്ങളാൽ ക്ഷാമങ്ങൾ ഭൂമിയിൽ സംഭവിക്കുന്നു എന്ന് നമുക്ക് ഉടനീളം ചരിത്രത്തിൽ കാണാൻ കഴിയും. തിരുവചനത്തിൽ കർത്താവ് പറഞ്ഞത് യേശുക്രിസ്തുവിന്റെ വരവിന് മുൻപ് ലോകത്തിൽ അവിടെയായി ക്ഷാമം ഉണ്ടാകുമെന്നാണ് യേശു മുന്നറിയിപ്പ് നൽകിയത്. വേദപുസ്തകം പഠിച്ചു നോക്കുമ്പോൾ രണ്ട് ഏരിയയിൽ അല്ലെങ്കിൽ രണ്ട് വിഷയങ്ങളിൽ ക്ഷാമം വർദ്ധിക്കും എന്ന് നമുക്ക് വചനത്തിൽ കാണാൻ കഴിയും. ഒന്ന്,
ലോകത്തിൽ അവിടെ എവിടെയായി ക്ഷാമം സംഭവിക്കും. 2, ആത്മീയ ഗോളത്തിലും അല്ലെങ്കിൽ സഭയിലും ആത്മീയ ക്ഷാമം ഉണ്ടാകും എന്നും അങ്ങനെ ക്ഷാമത്തെ 2ആയി തരംതിരിച്ചിരിക്കുകയാണ്. ലോകത്ത് നടക്കുന്ന ക്ഷാമങ്ങളെ കുറിച്ച് നമുക്ക് യേശു പറഞ്ഞതും കർത്താവ് പറഞ്ഞതിന് മുൻപ് തന്നെ തിരുവചനത്തിലൂടെ നടന്ന ക്ഷാമങ്ങളെ കുറിച്ച് അല്പമായി നിങ്ങളോടുകൂടെ പങ്കുവയ്ക്കാം. തിരുവചനത്തിൽ പഴയ നിയമം വായിച്ചു നോക്കുമ്പോൾ BC 2700 കാലഘട്ടങ്ങളിൽ മിസ്രൈം ദേശത്ത് അന്നത്തെ ഫറവോൻ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യാക്കോബിന്റെ പുത്രനായ യോസേഫ് മിസ്രൈമിൽ അടിമയായി കൊണ്ടുപോകപ്പെടുകയാണ്. ഈ യോസേഫിന്റെ കാലഘട്ടത്ത് 7 വർഷ ക്ഷാമം ഉണ്ടായിരുന്നതായി ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം 30 വാക്യത്തിലും 43 അധ്യായം 1 വാക്യത്തിലും നമുക്ക് കാണാം. രണ്ടാമത്തേത് BC 874 മുതൽ 853 വരേക്കും ആഹാബ് രാജാവ് ഇസ്രായേൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലം. അന്ന് ഏലിയ പ്രവാചകൻ തന്റെ ശുശ്രൂഷ നിർവഹിക്കുന്ന കാലത്ത് ഇസ്രായേൽ രാജ്യത്തിൽ 3.5 വർഷ ക്ഷാമമുണ്ടായിരുന്നു എന്ന് 1 രാജാക്കന്മാരുടെ പുസ്തകം 17 അധ്യായം 7 വാക്യത്തിൽ നമുക്ക് കാണാം. മൂന്നാമത്തേത് BC 893 സമര്യയിൽ വലിയ ഒരു ക്ഷാമം ഉണ്ടായിരുന്നു. ആ വലിയ ക്ഷാമത്തിൽ ധാരാളം ജനം മരണപ്പെടുവാനിടയായി. ഒരു കഴുതയുടെ തല പോലും വിൽക്കപ്പെടുന്ന ഒരു ക്ഷാമത്തിന്റെ കാലമായിരുന്നു. മനുഷ്യനെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ പെറ്റമ്മമാർ പുഴുങ്ങി തിന്നതായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ ക്ഷാമത്തിന്റെ കാലം ഏലിസ പ്രവാചകന്റെ കാലഘട്ടത്തായിരുന്നു. നാലാമത്തേത് യെരമ്യാ പ്രവാചകന്റെ കാലഘട്ടത്ത് യെരുശലേമിൽ BC 616 കാലഘട്ടങ്ങളിൽ വലിയ ഒരു ക്ഷാമമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലും പെറ്റ അമ്മമാർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ പുഴുങ്ങി തിന്ന ഒരു കാലമായിരുന്നു. ധാരാളം ജനം ആ കാലഘട്ടത്തിൽ മരണപ്പെട്ടു എന്ന് ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം. ഇങ്ങനെ പഴയ നിയമത്തിൽ ധാരാളം ക്ഷാമങ്ങളെ കുറിച്ച് തിരുവചനം പറയുമ്പോൾ തന്നെ പുതിയ നിയമത്തിലും ക്ഷാമമുണ്ടായിരുന്നതായി ബൈബിൾ പറയുന്നു. റോമ സാമ്രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് റോമ സാമ്രാജ്യത്തിന്റെ 4ാമത്തെ ചക്രവർത്തിയായിരുന്ന ക്ലാഡിയസ് എന്ന് പറയുന്ന ചക്രവർത്തിയുടെ കാലഘട്ടത്ത് ഒരു വലിയ ക്ഷാമമുണ്ടായി. ഇദ്ദേഹം ഭരിച്ചിരുന്ന കാലഘട്ടം AD 41 മുതൽ 54 വരെയുള്ള കാലഘട്ടങ്ങൾ. ഈ കാലഘട്ടത്തിലും വലിയ ഒരു ക്ഷാമം ഉണ്ടായിരുന്നു എന്നും അത് പ്രവാചകന്മാർ മുന്നറിയിച്ചു എന്നും അപ്പോസ്തലൻ പ്രവൃത്തിയുടെ പുസ്തകം 11 അധ്യായം 28 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ധാരാളം ക്ഷാമം സംഭവിച്ചതായി തിരുവചനത്തിലും ചരിത്രത്തിലും രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രധാനമായി 3 രീതിയിലുള്ള ക്ഷാമങ്ങൾ ഭൂമിയിൽ സംഭവിക്കുമെന്ന് തിരുവചനം വ്യക്തമാക്കും. അതിൽ ഒന്ന് ആഹാരക്ഷാമം. എഗസ്കേലിന്റെ പ്രവചനം 14 അധ്യായം 13 വാക്യം വായിക്കുമ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, ഒരു ദേശം എന്നോട് ദ്രോഹിച്ച് പാപം ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ മേൽ കൈ നീട്ടി അപ്പം എന്ന കോൽ ഒടിച്ച് ക്ഷാമം വരുത്തി മനുഷ്യനെയും മൃഗത്തെയും അതിൽ നിന്ന് ഛേദിച്ചു കളയും. എഗസ്കേൽ പ്രവാചകനിലൂടെ ദൈവം ആഹാരക്ഷാമം ഉണ്ടാകുമെന്ന്
അപ്പം എന്ന കോലൊടിച്ച് ക്ഷാമത്തെ വരുത്തും എന്ന് ദൈവം മുന്നറിയിപ്പ് ഇസ്രായേൽ ജനത്തിന് നൽകുവാനിടയായി. ഈ ആഹാരക്ഷാമത്തെക്കുറിച്ച് തിരുവചനം പറയുമ്പോൾ തന്നെ ചരിത്രത്തിന്റെ ഉടനീളം അതിനെക്കുറിച്ച് ചരിത്ര രേഖകളും ഇന്നും നമുക്ക് ലഭ്യമാണ്. ഒന്നാമത്തേത് AD 1770 ബംഗാളിൽ ബംഗാൾ ക്ഷാമമുണ്ടായ ഈ ബംഗാൾ ക്ഷാമത്തിന് നിമിത്തം ഏകദേശം 1 കോടിയിൽ പരം ജനം മരണപ്പെട്ടു എന്നാണ് ചരിത്രം പറയുന്നത്. രണ്ടാമത്തേത് AD 1783 മുതൽ 1784 വരെയുള്ള ഒരു വർഷ കാലഘട്ടത്തിൽ സാലിസ ക്ഷാമം ഉണ്ടായി എന്നാണ്. ഇതിലും ലക്ഷോപലക്ഷ ജനങ്ങൾ മരണപ്പെട്ടു എന്ന് ചരിത്രം പറയും. മൂന്നാമത്തേത് AD 1866 മുതൽ 1868 വരെയുള്ള കാലയളവുകളിൽ ഫിന്നിഷ് പ്രദേശത്ത് ക്ഷാമം ഉണ്ടായി എന്നാണ്. ഇവിടെ ഈ ക്ഷാമം വരുവാൻ കാരണം ഭക്ഷ്യ ഉൽപാദനങ്ങൾ കുറഞ്ഞുപോയി. ഇതിനിമിത്തം ക്ഷാമം വന്ന് ലക്ഷോപലക്ഷ ജനം മരണപ്പെട്ടു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നാലാമത്തത് AD 1876 മുതൽ 1879 വരെയുള്ള ഒരു വർഷ കാലഘട്ടത്തിൽ വടക്കൻ ചൈനയിൽ വലിയ ഒരു ക്ഷാമമുണ്ടായി. ആ ക്ഷാമം വരാൻ കാരണം ദേശം മുഴുവനും വരൾച്ച. അതിനിമിത്തം ക്ഷാമമുണ്ടായി. ഏകദേശം 1 മില്യണിൽ പരം ജനം, 10 ലക്ഷത്തിൽ പരം ജനം മരണപ്പെട്ടു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അഞ്ചാമത്തേത് AD 1876 മുതൽ 78 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ വലിയൊരു ക്ഷാമമുണ്ടായി. ഈ ക്ഷാമമുണ്ടാകാൻ കാരണം വരൾച്ച അതിരൂക്ഷമായിരുന്നു. തന്നിമിത്തം ഈ ഭക്ഷ്യ സാധനങ്ങളെ ചിലര് അത് വിൽക്കാതെ അതിനെ പതിക്കു വച്ചത് നിമിത്തവും ക്ഷാമം വർദ്ധിച്ച് തന്മൂലം 90 ലക്ഷം ജനം ഈ കാലഘട്ടത്തിൽ മരണപ്പെട്ടു എന്ന് ചരിത്രം പറയും. ആറാമത്തത് 1990 കാലഘട്ടങ്ങളിൽ വടക്കൻ കൊറിയയിൽ വലിയ ഒരു ക്ഷാമം ഉണ്ടാകുവാൻ ഇടയായി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ ഏകദേശം 10 ലക്ഷത്തിൽ പരം ജനം മരണപ്പെട്ടു എന്ന് ചരിത്രം പറയും. ഏഴാമത്തത് AD 1921 മുതൽ 22 വരെയുള്ള ഒരു വർഷ കാലഘട്ടത്തിൽ റഷ്യയിൽ വലിയൊരു ക്ഷാമമുണ്ടായിരുന്നു. ഈ ക്ഷാമം വരാൻ കാരണം പ്രകൃതിക്ഷോഭങ്ങൾ. അതുമാത്രമല്ല, ആ രാജ്യത്തിനകത്ത് തന്നെ തമ്മിൽ തന്നെ ജനം യുദ്ധം ചെയ്യുവാനിടയായി തീർന്ന നിമിത്തം അവിടെ വലിയ ഒരു ക്ഷാമമുണ്ടായിരുന്നു. ആ കാലഘട്ടത്ത് 50 ലക്ഷത്തിൽ പരം ജനം മരിച്ചുപോയെന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എട്ടാമത്തത് AD 1932 മുതൽ 33 വരെയുള്ള ഒരു വർഷ കാലഘട്ടത്തിൽ സോവിയറ്റ് റഷ്യയിൽ, പ്രത്യേകാൽ ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തിൽ വലിയ ഒരു ക്ഷാമം സംഭവിച്ചതുകൊണ്ട് 70 ലക്ഷം ജനം മരണപ്പെട്ടു എന്ന് ചരിത്രം പറയും. ഒൻപതാമത്തത് 1943 ബംഗാളിൽ വീണ്ടും ഒരു വലിയ ക്ഷാമമുണ്ടാകുവാനിടയായി തീർന്നു. ഈ ക്ഷാമത്തിൽ ഏകദേശം 70 ലക്ഷം ജനം മരണപ്പെട്ടു എന്ന് ചരിത്രം പറയും. പത്താമത് AD 1959 മുതൽ 61 വരെയുള്ള കാലഘട്ടങ്ങളിൽ ചൈനയിൽ ചൈനീസ് ക്ഷാമം ഉണ്ടായെന്നും അതിൽ ഏകദേശം 5 കോടിക്ക് മുകളിൽ പരം ജനം മരണപ്പെട്ടു എന്ന് ചരിത്രം പറയും. 11ാമത്തത് 2020 നമ്മുടെ കാലഘട്ടങ്ങളിൽ
2020 ഒക്ടോബർ മാസം 19-ാം തീയതി ചൈനയിൽ വീണ്ടും ഒരു വലിയ ക്ഷാമമുണ്ടായി. ഇതിൽ ഏകദേശം 3 കോടിയിൽ പരം ജനം മരണപ്പെട്ടു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. ഇതെല്ലാം AD 1-ാം നൂറ്റാണ്ടിൽ യേശു പ്രവചനം പറഞ്ഞതിനു ശേഷം ലോകത്തിൽ അവിടെ ക്ഷാമം ഉണ്ടാകും, കർത്താവിന്റെ വരവിന് മുൻപ് ഈ ക്ഷാമം ഉണ്ടാകുമെന്ന് യേശു പ്രവചിച്ച് പറഞ്ഞതുപോലെ AD 1700 കാലഘട്ടങ്ങളിൽ ശേഷം നടന്ന 2020 വരയ്ക്കും 11 വലിയ ക്ഷാമങ്ങളാണ് ഈ ഭൂമിയിൽ സംഭവിച്ച് കോടാനുകോടി ജനം അതിലൂടെ മരണപ്പെട്ടു എന്നും ചരിത്രത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ക്ഷാമങ്ങൾ ഭൂമിയിൽ സംഭവിക്കാനുള്ള യഥാർത്ഥ കാരണങ്ങൾ എന്താണ്, അതിനെക്കുറിച്ച് ചരിത്രം എന്താണ് പറയുന്നു എന്ന് 1-2 കാര്യങ്ങൾ ചിന്തിക്കാം. ഒന്നാമത്തത്, ഭൂമിയിൽ ക്ഷാമം വരുന്നതിന്റെ കാരണം ചരിത്രം പറയുന്നത് പ്രകൃതിക്ഷോഭങ്ങൾ, വരൾച്ച, വെള്ളപ്പൊക്കം, ഭക്ഷ്യസാധനങ്ങൾ ഉൽപാദനക്കുറവ്, ഇങ്ങനെയുള്ള വിഷയങ്ങളാൽ സംഭവിക്കുന്നു എന്നും രണ്ടാമത്തേത്, ദേശത്തിൽ കാണപ്പെടുന്നതായ കലാപങ്ങൾ, യുദ്ധങ്ങൾ, ഇതിനിമിത്തം ആഹാരം, ഭക്ഷണങ്ങൾ ലഭിക്കുവാൻ കഴിയാതെ, മൂന്നാമത്തേത്, വരുമാന മാർഗങ്ങൾ കുറയുമ്പോൾ ക്ഷാമങ്ങൾ വർദ്ധിക്കുന്നു എന്ന് ചരിത്രം പറയും. നാലാമത്തേത്, രാഷ്ട്രീയ തീരുമാനങ്ങൾ പലപ്പോഴും അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പോളിസി അതിനിമിത്തവും ക്ഷാമങ്ങൾ വർദ്ധിക്കുന്നു എന്ന് ചരിത്രം പറയും. തന്നെയുമല്ല, പ്രകൃതി ദുരന്തങ്ങൾ നിമിത്തം ക്ഷാമങ്ങൾ വർദ്ധിക്കുന്നു എന്നും നമുക്കത് അറിയാവുന്ന കാര്യമാണ്. വനങ്ങളെ വെട്ടി നശിപ്പിക്കുന്നതിലൂടെ, ഇനി മണ്ണിടിച്ചലുകളിലൂടെ, കൃഷി ഉൽപാദനം കുറയുന്നതിലൂടെ, ഇങ്ങനെ വിവിധ കാരണങ്ങളാൽ ക്ഷാമം വർദ്ധിക്കുന്നു എന്ന് ചരിത്രം പറയും. ചരിത്രം ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ നിമിത്തം ക്ഷാമം വർദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ തിരുവചനം, ബൈബിൾ ക്ഷാമത്തെക്കുറിച്ച് എന്താണ് കാരണങ്ങൾ പറയുന്നത് എന്ന് തുടർന്ന് നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്തെ കാരണം, മഴ പെയ്യുന്നില്ല. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 23-ഉം 24-ഉം വാക്യങ്ങളിൽ, നിന്റെ തലയ്ക്കു മീതെയുള്ള ആകാശം ചെമ്പും നിനക്ക് കീഴുള്ള ഭൂമി ഇരുമ്പുമാകും. അവ നിന്റെ ദേശത്തിലെ മഴയെ പൊടിയും പൂഴിയും ആക്കും. നീ നശിക്കും വരെ അത് ആകാശത്ത് നിന്റെ മേൽ പെയ്യും. തിരുവചനം പറയുന്നത് മഴ പെയ്യാതിന്റെ കാരണം ദൈവം ആകാശത്തെ ചെമ്പായി മാറ്റും. മഴ പെയ്യുകയില്ല. മഴ പെയ്പ്പിക്കുന്ന ഏക ഉത്തരവാദിത്വം മനുഷ്യന്റെ കയ്യിലല്ല ഇരിക്കുന്നത്, അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സ്വർഗത്തിലെ ദൈവത്തിന്റെ കരത്തിലാണ് ഇരിക്കുന്നത്. മഴ പെയ്പ്പിക്കരുത് എന്ന് ദൈവം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആകാശത്തെയും ദൈവം ചെമ്പ് പോലെ അല്ലെങ്കിൽ ഇരുമ്പ് പോലെ മാറ്റും. മഴ പെയ്യുകയില്ല എന്ന് ദൈവവചനം വ്യക്തമാക്കും. രണ്ടാമത്തെ കാരണം, മഴയെ ദൈവം തടുക്കുന്നു എന്നും തിരുവചനം വ്യക്തമാക്കും. ആമോസ് പ്രവചനം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ, കൊയ്ത്തിന് ഇനി 3 മാസമുള്ളപ്പോൾ ഞാൻ നിങ്ങൾക്ക് മഴ മുടക്കിക്കളഞ്ഞ് ഞാൻ ഒരു പട്ടണത്തിൽ മഴ പെയ്യ്ക്കുകയും മറ്റു പട്ടണത്തിൽ മഴ പെയ്യാതിരിക്കുകയും ചെയ്യും. ഇവിടെ ആമോസ് പ്രവാചകനിലൂടെ ദൈവം പറയുന്നത് മഴയെ
ദൈവം തടുക്കുന്നു. അപ്പൊ മഴ പെയ്യാത്തതിന്റെ കാരണം ഒന്ന്, സൃഷ്ടിയുടെ മേൽ അധികാരമുള്ള അഖിലാണ്ടത്തെ സൃഷ്ടിച്ച ദൈവം ചില സന്ദർഭങ്ങളിൽ മഴ പെയ്യാതിരിപ്പാൻ ആകാശത്തെ താമ്രം പോലെ ദൈവമാക്കും. രണ്ടാമത്തെ, ഒരു പട്ടണത്തിൽ മഴ പെയ്യുകയും മറുപട്ടണത്തിൽ മഴ പെയ്യാതിരിക്കുകയും ചെയ്യേണ്ടതിന് ദൈവം മഴയെ തടുക്കുന്നു എന്നും തിരുവചനത്തിൽ വ്യക്തമാണ്. ഈ മഴ പെയ്യിപ്പിക്കാതെ ദൈവം തടുക്കുവാനും ആകാശത്തെ മഴ പെയ്യാതിരിപ്പാൻ വേണ്ടി ചെമ്പ് പോലെ ആക്കുകയും ചെയ്യുന്നതിന്റെ കാരണമെന്ത്? രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് ഓർപ്പിക്കാം, വളരെ ശ്രദ്ധിച്ചാൽ. ഒന്ന്, ആവർത്തന പുസ്തകം അതേ 28-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: എന്നെ ഉപേക്ഷിച്ച് ചെയ്ത ദുഷ്പ്രവർത്തികൾ നിമിത്തം നീ വേഗത്തിൽ മുടിഞ്ഞു പോകും വരെ നിന്റെ കൈ തൊടുന്ന എല്ലാറ്റിലും യഹോവ ശാപവും പരിഭ്രമവും ഫ്രാക്കുമയക്കും. നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിന്ന് നിന്നെ മുടിച്ചു കളയും വരെ യഹോവ നിനക്ക് മഹാമാരി പിടിപ്പിക്കും. നിന്റെ തലയ്ക്ക് മീതെയുള്ള ആകാശം ചെമ്പും നിനക്ക് കീഴുള്ള ഭൂമി ഇരുമ്പും ആക്കും. യഹോവ നിന്റെ ദേശത്തിലെ മഴയെ പൊടിയും പൂഴിയുമാക്കും. നീ നശിക്കും വരെ അത് ആകാശത്തിന്റെ മേൽ പെയ്യും. ഇത്രയും വാക്യങ്ങളിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് മോശയിലൂടെ ഇസ്രായേലിന് ദൈവം അരുളി ചെയ്തത് സത്യ ഏകദൈവമാകുന്ന യഹോവയാം ദൈവത്തെ വിട്ടുകളഞ്ഞ് ദൈവത്തിന് വിരോധമായി മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞാൽ, ദൈവത്തെ വിട്ടുകളഞ്ഞ് ദുഷ്പ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞാൽ, സത്യ ദൈവമായ യഹോവയാം ദൈവത്തെ ആരാധിക്കാതെ ഈ ഭൂമിയിൽ വിഗ്രഹങ്ങളെയും മറ്റുള്ള പ്രകൃതിയെയും മറ്റുള്ളതിനെയും മനുഷ്യനെയും ആരാധിച്ചു കഴിഞ്ഞാൽ ദൈവം ആകാശത്തെ മഴ പെയ്യിപ്പിക്കാതെ ആകാശത്തെ ചെമ്പും ഇരുമ്പും പോലെ ആക്കുമെന്ന് തിരുവചനം വ്യക്തമാക്കും. അപ്പോൾ മഴ പെയ്യിപ്പിക്കാതെ ദൈവം മഴയെ തടുക്കുന്നതിന്റെ ഒന്നാമത്തെ കാരണം ജനം ദൈവത്തെ ഉപേക്ഷിക്കുന്നത് കൊണ്ടുള്ള കാരണമാണ്. അത് എതുവരേക്കും സംഭവിക്കുമെന്ന് പറഞ്ഞാൽ അവർ മുടിഞ്ഞു പോകുമ്പോഴും ദൈവം മഴ പെയ്യിപ്പിക്കയില്ല എന്നാണ്. രണ്ടാമത്തെ കാരണം ദൈവത്തിന് വിരോധമായി ജനം പാപം ചെയ്യുന്നത് കൊണ്ടും മഴയെ ദൈവം തടുത്ത് അപ്പം എന്നതായ കോല് വടിയെ ദൈവം ഒടിച്ചു കളയും എന്ന് യെഹെസ്കേൽ പ്രവചനം 14-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ കാണാം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, ഒരു ദേശം എന്നോട് ദ്രോഹിച്ച് പാപം ചെയ്യുമ്പോൾ ഞാൻ അതിന്റെ നേരെ കൈനീട്ടി അപ്പം എന്ന കോലൊടിച്ച് ക്ഷാമം വരുത്തി മനുഷ്യനെയും മൃഗത്തെയും അതിൽ നിന്ന് ഛേദിച്ചു കളയും. നോഹ, ദാനിയേൽ, ഇയ്യോബ് എന്നീ 3 പുരുഷന്മാർ അതിൽ ഉണ്ടായിരുന്നാലും അവർ തങ്ങളുടെ നീതിയാൽ സ്വന്തം ജീവനെ മാത്രമേ രക്ഷിക്കുകയുള്ളൂ എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അപ്പൊ ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് സത്യദൈവമായ യഹോവയാം ദൈവത്തെ വിട്ടുകളഞ്ഞ് ദൈവത്തോട് പാപം ചെയ്തു കഴിഞ്ഞാൽ, പാപത്തിന്റെ അതിക്രമത്തിന്റെയും അളവ് വർദ്ധിച്ചു കഴിഞ്ഞാൽ, ദൈവത്തോട് മനുഷ്യൻ ദ്രോഹിച്ചു കഴിഞ്ഞാൽ അപ്പം എന്ന കോലിനെ ദൈവം ഒടിച്ചു കളഞ്ഞ് ക്ഷാമത്തെ വരുത്തും എന്നാണ് തിരുവചനം വ്യക്തമാക്കുന്നത്. മഴ പെയ്യാതെ ക്ഷാമം വർദ്ധിക്കുന്നതിന്റെ കാരണം ഒന്ന്, മനുഷ്യൻ ദൈവത്തെ ഉപേക്ഷിക്കുന്നു, ദൈവത്തെ തള്ളിക്കളയുന്നു, അവന്റെ ആലോചനകളെ നിരസിക്കുന്നു, ദുഷ്ടത പ്രവർത്തിക്കുന്നു, വഷളത്വം പ്രവർത്തിക്കുന്നു. അതിലൂടെ
ദൈവം മഴയെ തടുക്കും. രണ്ട്, ദൈവത്തിന് വിരുദ്ധമായി പാപം മനുഷ്യൻ ചെയ്ത് അതിക്രമവും പാവവും വർദ്ധിക്കുന്നത് കൊണ്ട് ദൈവം ഭൂമിയിൽ മഴ പെയ്പ്പിക്കാതെ ക്ഷാമത്തെ വരുത്തുകയും അപ്പം എന്ന കോലിനെ ദൈവം ഒടിച്ചു കളയും ചെയ്യും. ക്ഷാമത്തിന്റെ ഒന്നാമത്തെ കാര്യം, ദൈവം മഴയെ തടുക്കും. രണ്ടാമത്തെ കാരണം, യുദ്ധങ്ങളിൽ പുരുഷന്മാർ വളരെയേറെ മരണപ്പെടുന്നത് കൊണ്ട് കൃഷികൾ നടക്കുവാൻ കഴിയാതെ പോകുന്നു. ഇതിലൂടെയും ക്ഷാമങ്ങൾ വർദ്ധിക്കുന്നു എന്ന് തിരുവചനവും ചരിത്രവും ഒന്നുപോലെ വ്യക്തമാക്കുന്നുണ്ട്. യെശയ്യാവിന്റെ പ്രവചനം 13-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ, ഞാൻ ഒരു പുരുഷനെ തങ്കത്തെക്കാളും ഒരു മനുഷ്യനെ ഓഫീർ തങ്കത്തെക്കാളും ദുർബലമാക്കും. അങ്ങനെ ഞാൻ ആകാശത്തെ നടുങ്ങുമാറാക്കും. സൈന്യങ്ങളുടെ യഹോവയുടെ ക്രോധത്തിലും അവന്റെ ഉഗ്രകോപത്തിന്റെ നാളിലും ഭൂമി അതിന്റെ സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോകും. യെശയ്യാപ്രവാചകനിലൂടെ ദൈവം അരുളിച്ചെയ്യുന്നത് പുരുഷന്മാരെ അല്ലെങ്കിൽ മനുഷ്യനെ ഓഫീർ തങ്കത്തെക്കാൾ ദുർബലമാക്കും എന്ന് വെച്ചാൽ പുരുഷന്മാർ ചുരുങ്ങിപ്പോകും. പുരുഷന്മാർ ചുരുങ്ങിപ്പോകുന്നത് കൊണ്ട് കൃഷികൾ ചെയ്യാൻ പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാകുന്നു. ക്ഷാമം വർദ്ധിക്കുവാൻ അതും ഒരു കാരണമായി തീരുകയാണ്. അപ്പൊ പുരുഷന്മാർ ദുർബലമാകുന്നതിന്റെ കാരണം ചരിത്രം നമുക്കറിയാം. യുദ്ധങ്ങളിലൂടെ ധാരാളം പുരുഷന്മാർ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അന്നും എന്നും. തിരുവചനത്തിൽ മാത്രമല്ല, ചരിത്രത്തിന്റെ ഉടനീളം യുദ്ധങ്ങൾ നിമിത്തം, കലാപങ്ങൾ നിമിത്തം കോടാനക്കോടി പുരുഷന്മാരാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും നമ്മുടെ കൺമുൻപാകെ യുദ്ധങ്ങളിലൂടെ പുരുഷന്മാർ മരിച്ചു വീഴുന്നത് നാം ടിവികളിലൂടെ, പത്രങ്ങളിലൂടെ, മാധ്യമങ്ങളിലൂടെ നാം കാണുകയാണ്. വർഷങ്ങളായി ഇപ്പോൾ റഷ്യയ്ക്കും യുക്രൈനും യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. റഷ്യക്കാർക്ക് യുദ്ധം ചെയ്യാൻ പുരുഷന്മാർ ഇല്ലാത്തതുകൊണ്ട് അവർ മറ്റുള്ള രാജ്യങ്ങളിൽ, വടക്കൻ കൊറിയ എന്ന പോലെ മറ്റുള്ള രാജ്യങ്ങളിൽ അവിടെ പുരുഷന്മാരെ, അവിടെ സൈന്യത്തെ അവർ കൂലിപ്പടയായി അവർ വിളിച്ചു വരുത്തി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലും ധാരാളം പുരുഷന്മാർ മരിച്ചുകൊണ്ടിരിക്കുന്നു. ചില വർഷങ്ങളായി ഇസ്രായേലിനും അറബി രാജ്യങ്ങൾക്കും, പ്രത്യേക ഹമാസിനും ഇപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര ആയിരക്കണക്കിൽ പുരുഷന്മാരാണ് യുദ്ധക്കളത്തിൽ മരിച്ചു വീണത് എന്ന് നാം ദൈനംദിന ജീവിതത്തിൽ പത്രങ്ങളിലൂടെയും ടിവിയിലൂടെയും കണ്ടുകൊണ്ടിരിക്കും. കാലാകാല യുദ്ധത്തിൽ മരിച്ച പുരുഷന്മാരുടെ കണക്ക് നമുക്ക് പറഞ്ഞറിയിക്കുവാൻ കഴിയത്തില്ല. ഇന്നും യുദ്ധക്കളങ്ങളിൽ വീഴുന്ന പുരുഷന്മാർ ഏറെ കുറവൊന്നുമില്ല. യഥാർത്ഥ കണക്ക് പുറത്തു വരികയുമില്ല. തിരുവചനം പറയുന്നത് പുരുഷന്മാരെ ഓഫീർ തങ്കത്തെക്കാൾ ദുർബലമാക്കും, പുരുഷന്മാർ കിട്ടുകയില്ല. അങ്ങനെയുള്ള കാലം വരാൻ പോകുന്നു എന്ന് യെശയ്യാപ്രവാചകനിലൂടെ ദൈവം അരുളിച്ചെയ്തത് തന്നെയുമല്ല, പുരുഷന്മാർ കിട്ടാത്തത് കൊണ്ട് കൃഷികൾ മാത്രമല്ല മുടങ്ങിപ്പോകുന്നത്, ക്ഷാമം അതിലൂടെ വർദ്ധിക്കുന്ന അതുകൊണ്ട് മാത്രമല്ല, സ്ത്രീകൾക്കും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് തിരുവചനം പറയും. യെശയ്യാവിന്റെ പ്രവചനം 4-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ, അന്ന് 7 സ്ത്രീകൾ ഒരു പുരുഷനെ പിടിച്ച്, ഞങ്ങൾ സ്വന്തം വക കൊണ്ട് അഹോവൃത്തി കഴിക്കുകയും സ്വന്തം വസ്ത്രം ധരിക്കുകയും ചെയ്തു കൊള്ളാം. നിന്റെ പേരു മാത്രം ഞങ്ങൾക്ക് ഇരിക്കട്ടെ, ഞങ്ങളുടെ നിന്ന നീക്കിക്കളയണമേ എന്ന് പറയും. ഇനി വരുന്ന കാലം എന്ന് പറയുന്നത് യുദ്ധക്കളത്തിലാകട്ടെ, ഇനി വരും കാലങ്ങളിൽ പുരുഷന്മാർ കിട്ടാതെ വരുമ്പോൾ
സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു, പുരുഷ സന്താനങ്ങൾ പിൻതലമുറകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു. അങ്ങനെ വരുമ്പോൾ 7 സ്ത്രീകൾ ചേർന്ന് ഒരു പുരുഷനെ വിവാഹം ചെയ്തിട്ട് പറയുമെന്ന്, ഞങ്ങൾ ജോലി ചെയ്ത് അധ്വാനിച്ച് അഹോവൃത്തി കഴിക്കാം, വസ്ത്രം ധരിക്കാം, എല്ലാ കാര്യം ചെയ്യാം, പക്ഷെ എന്റെ പേര് മാത്രം റെക്കോർഡിൽ ഉണ്ടാകാൻ ഇടയാകണം. പുരുഷന്മാർ ദുർബലമാകുമ്പോൾ ഉള്ള സംഭവം വിവാഹ ജീവിതങ്ങൾ താറുമാറാകും. സന്തതികൾ എന്ന് പറയുന്നത് താറുമാറാകുന്ന അനുഭവങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും. ഇപ്പോഴേ റഷ്യയിലും മറ്റുമുള്ള രാജ്യങ്ങൾ പല സ്ഥലങ്ങളിലും സന്താന ഉൽപാദനങ്ങൾ കുറയുന്നത് കൊണ്ട് അവർ എന്തൊക്കെയോ ഗവൺമെന്റ് തലത്തിൽ വിവിധമായുള്ള കാര്യങ്ങളെ ആലോചിച്ച് നടപ്പായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുരുഷന്മാർ ദുർബലമാകുമ്പോൾ, കുറയുമ്പോൾ കൃഷികാര്യങ്ങളിൽ ഇടർച്ച വരികയും അതിലൂടെ ക്ഷാമം വർദ്ധിക്കുകയും ചെയ്യും. ഇപ്പോൾ അരിക്ക് പകരം പ്ലാസ്റ്റിക് അരി കണ്ടുവരുന്നു എന്ന് പത്രത്തിലൂടെ നമ്മൾ കണ്ടതാണ്. സമീപത്തിൽ ഞാൻ ഒരു വീഡിയോ കണ്ടപ്പോൾ അതിൽ ആ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, മുട്ട പ്ലാസ്റ്റിക്കിൽ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. കഴിക്കുന്ന ആഹാരം പോലും ഇപ്പോൾ പ്ലാസ്റ്റിക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്ലാസ്റ്റിക് അരിയും പ്ലാസ്റ്റിക് മുട്ടയും ഇതുപോലെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഇനിയും എഴുന്നേൽക്കുമെങ്കിൽ അത് കഴിക്കുന്ന മനുഷ്യന്റെ നിലവാരം എന്തായി തീരും? മണത്തിന്റെ കൂമ്പാരമായിരിക്കും, രോഗത്തിന്റെ വർധനമായിരിക്കും, മരുന്ന് മാഫിയകളുടെ കൊണ്ടാട്ടമായിരിക്കും. അപ്പൊ ഇതെല്ലാം ഭൂമിയിൽ സംഭവിക്കും, ക്ഷാമം വർദ്ധിക്കും എന്ന് കർത്താവ് പറഞ്ഞത് ഇന്ന് അത് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ക്ഷാമം വരാനുള്ള മൂന്നാമത്തെ കാര്യം വെള്ളപ്പൊക്കം. ആമോസ് പ്രവചനം 9-ാം അധ്യായം 5-ഉം 6-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ, സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് ദേശത്തെ തൊടുന്നു, അത് ഉരുകിപ്പോകുന്നു, അതിൽ പാർക്കുന്നവരൊക്കെയും വിലപിക്കും, അത് മുഴുവനും നീല നദി പോലെ പൊങ്ങുകയും മിസ്രൈമിലെ നദി പോലെ താഴുകയും ചെയ്യും. അവൻ ആകാശത്തിൽ തന്റെ മാളിക മുറികളെ പണിയുകയും ഭൂമിയിൽ തന്റെ കമാനത്തിന് അടിസ്ഥാനം ഇടുകയും സമുദ്രത്തിലെ വെള്ളത്തെ വിളിച്ച് ഭൂതലത്തിൽ പകരുകയും ചെയ്യും. യഹോവ എന്നാകുന്നു അവന്റെ നാമം. ഇവിടെ ആമോസ് പ്രവാചകനിലൂടെ ദൈവം അരുളിച്ചെയ്യുകയാണ്, സമുദ്രത്തിലുള്ള വെള്ളത്തെ ആകാശത്തിലേക്ക് ദൈവം വരുത്തി മഴയായി വെള്ളപ്പൊക്കമായി വീണ്ടും ഭൂമിയിലേക്ക് വരുത്തുന്നു. വേദപുസ്തകം ചരിത്രവും വായിക്കുമ്പോൾ ലോകത്തിൽ നടന്ന ഒന്നാമത്തെ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത്, ജലപ്രളയം എന്ന് പറയുന്നത്, ആദാമിൽ നിന്ന് ഏകദേശം 2000 വർഷങ്ങൾക്ക് ശേഷം ദൈവഭക്തനായ നോഹയുടെ കാലഘട്ടത്തിൽ വന്ന ജലപ്രളയം, വെള്ളപ്പൊക്കം. അന്ന് ഭൂമിയിൽ എല്ലാ മലകൾക്കും മീതെ 13 അടി 4 ഇഞ്ച് ഉയരുന്നത് വരയ്ക്കും ജലപ്രളയം ഭൂമിയിൽ പൊങ്ങിക്കൊണ്ടിരുന്നു. അന്ന് ദൈവഭക്തനായിരുന്ന നോഹയും തന്റെ കുടുംബവും ഉൾപ്പെടെ 8 പേർ ഒഴികെ മറ്റും അന്ന് ലോകത്തുള്ള സകല ജീവരാശികളും സകല മനുഷ്യരും മരിച്ചുപോയെന്ന് തിരുവചനം വ്യക്തമാക്കുന്നു, ചരിത്രവും രേഖപ്പെടുത്തിയിരിക്കും. അതുമുതൽ പഴയ നിയമത്തിലാകട്ടെ പുതിയ നിയമത്തിലാകട്ടെ ഈ കാലഘട്ടങ്ങളിൽ വരയ്ക്കും നമ്മുടെ കാലഘട്ടത്തിലും വിവിധ സ്ഥലങ്ങളിൽ വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, വൻ നാശനഷ്ടങ്ങൾ സംഭവിച്ച്, മരണങ്ങൾ സംഭവിച്ച്, ക്ഷാമം കൊടികുത്തി വാണികൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളാണ്. അപ്പോൾ ക്ഷാമം വർദ്ധിക്കുന്നതിന്റെ
ഒന്നാമത്തെ കാരണം മഴയെ തടുക്കും. മഴ തടുക്കാനുള്ള കാരണം മനുഷ്യന്റെ പാവവും അതിക്രമവും വർദ്ധിക്കുന്നത് കൊണ്ട്. രണ്ടാമത്തെ ക്ഷാമത്തിന്റെ കാരണം യുദ്ധത്തിൽ പുരുഷന്മാർ മരിച്ചു പോകുന്നതുകൊണ്ട് കൃഷികൾക്ക് തടസ്സമുണ്ടാകുകയും തന്മൂലം ധാരാളം മനുഷ്യൻ മരണപ്പെട്ടു പോകുന്നു. ക്ഷാമം വർദ്ധിക്കും. മൂന്നാമത്തേത് ജലപ്രളയം അല്ലെങ്കിൽ വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ എന്നീ പ്രകൃതിക്ഷോഭങ്ങൾ നിമിത്തം ക്ഷാമം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് രക്ഷപ്പെടാനുള്ള ഒരൊറ്റ മാർഗമേ ഉള്ളൂ. യേശുക്രിസ്തു പറഞ്ഞതുപോലെ ക്ഷാമം ഈ ഭൂമിയിൽ ഇനി വർദ്ധിക്കുകയല്ലാതെ കുറയുകയില്ല. കാരണം മനുഷ്യന്റെ പാവവും അതിക്രമവും അത്രമാത്രം വർദ്ധിച്ചുകൊണ്ടിരിക്കും. മനുഷ്യനെ കൊണ്ട് മഴ പെയ്യിപ്പിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ മഴ പെയ്യിപ്പിക്കുവാൻ കഴിയുമെന്ന് ചരിത്രം നിരൂപിച്ച കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. ആർട്ടിഫിഷ്യലായി മേഘങ്ങളിലൂടെ കെമിക്കൽ ഒരു പൊടി വിതറി ആർട്ടിഫിഷ്യലായി മഴ പെയ്യിപ്പിച്ച ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോഴും ചിലയിടങ്ങളിൽ ഒരുപക്ഷെ എങ്കിൽ സംഭവിച്ചേക്കാം. പക്ഷെ അതെല്ലാം വിഷമഴയാണ്. മനുഷ്യന് വളരെ ദോഷം വരുത്തുന്നത് കൊണ്ട് പല രാജ്യങ്ങളും അതിനെ നിർത്തിക്കളഞ്ഞു. മഴ പെയ്യിപ്പിക്കുന്ന സകല അധികാരവും അഖിലാണ്ടത്തെയും പ്രകൃതിയും സൃഷ്ടിച്ച എന്റെ ദൈവത്തിന്റെ കരങ്ങളിലാണ്. മനുഷ്യ, ദൈവത്തിന്റെ കരത്തെ എനിക്ക് തടഞ്ഞു നിർത്തുവാൻ കഴിയുമോ? മഴ പെയ്യിപ്പിക്കുകയില്ല എന്ന് ദൈവം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ മഴ പെയ്യുകയില്ല. ക്ഷാമം വർദ്ധിക്കും. മനുഷ്യൻ യഥാർത്ഥമായി സത്യ ദൈവമായ യഹോവയാം ദൈവത്തെ വിശ്വസിക്കുകയും മനുഷ്യന്റെ രക്ഷയ്ക്കായി ഭൂമിയിലേക്ക് അയച്ച ദൈവപുത്രനായ യേശു ക്രിസ്തുവെ വിശ്വസിക്കുകയും അനുസരിക്കാത്ത കാലം വരയ്ക്കും. ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അവർ ദൈവത്തെ വിശ്വസിക്കുമോ? രക്ഷയ്ക്കായി മനുഷ്യന് വേണ്ടി മനുഷ്യരക്ഷയ്ക്കായി അയച്ച യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചാൽ ഭൂരിപക്ഷവും അനുസരിക്കുകയില്ല, സ്വീകരിക്കുകയില്ല, രക്ഷ പ്രാപിക്കുകയുമില്ല. സംഭവിക്കുന്നത് യേശു കർത്താവ് പറഞ്ഞതുപോലെ ഈ ഭൂമിയിൽ ക്ഷാമങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കും. യേശു ക്രിസ്തു വരവിന് മുൻപ് ഈ ഭൂമിയിൽ ക്ഷാമം വർദ്ധിക്കും എന്ന് ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്പ്പാനിടയായിത്തീർന്നു. ഇനി ക്ഷാമം വർദ്ധിക്കുവാനുള്ള 2ഉം 3ഉം കാര്യങ്ങളെ ഈ വീഡിയോയിൽ സമയക്കുറവായതിനാൽ അടുത്ത വീഡിയോ നിങ്ങളോട് പങ്കുവയ്ക്കാം. ഈ വചനം കേൾക്കുന്ന പ്രിയ സ്നേഹിത, പ്രിയ സഹോദരി, സഹോദര, പ്രിയ പിതാവേ, മാതാവേ, യേശു ക്രിസ്തു പറഞ്ഞ പ്രവചനങ്ങളൊക്കെയും തിരുവചനത്തിൽ പറയുന്ന ഓരോ സംഭവങ്ങളും വള്ളിയും പുള്ളിയും തെറ്റാതെ ഇന്ന് ലോകത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വരവിന് മുൻപ് ലോകത്തിൽ ക്ഷാമം അവിടെ എവിടെയായി ഉണ്ടാകുമെന്ന് യേശു പറഞ്ഞതുപോലെ ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ വചനം കേൾക്കുന്നവർ മാനസാന്തരപ്പെടുക. യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാത്തവർ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുക. ദൈവവചനം അനുസരിക്കാത്തവർ ദൈവവചനം അനുസരിച്ച് വരുന്ന ക്രോധത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ദൈവത്തിനായി ജീവിക്കുകയും നിത്യജീവന് വേണ്ടി ഒരുങ്ങുകയും ചെയ്യുക. വിശ്വാസികളായ നാം, ദൈവദാസന്മാരായ നമുക്കും ഈ സംഭവങ്ങൾ കർത്താവ് പറയുന്നത് പോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ച് ദൈവസ്നേഹത്തെ വർദ്ധിപ്പിച്ച് ദൈവം നമുക്ക് ഏൽപ്പിച്ച ദൗത്യങ്ങളെ, ശുശ്രൂഷകളെ ഏത് സാഹചര്യത്തിൽ നിറപടിയായി നിവർത്തിച്ചുകൊണ്ട് സഭയെയും കർത്താവിന്റെ സുവിശേഷത്തിനാൽ ഒരുക്കിക്കൊണ്ട് കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്കും ഒരുങ്ങാം. സുവിശേഷം കേൾക്കുന്ന വിശ്വാസികളായ ദൈവമക്കൾ സത്യവചനം നിവർത്തിക്കപ്പെടുന്നു, കർത്താവിന്റെ വരവാഗതമായി എന്ന് ഓർത്തുകൊണ്ട് അവന്റെ വരവിനെ എതിരേൽപ്പാൻ നമുക്കെല്ലാവർക്കും ഒരുങ്ങാം. ശേഷമുള്ള വിഷയങ്ങൾ അടുത്ത വീഡിയോമായി കാണുന്നവരെ കർത്താവ് നമ്മെല്ലാവരെയും കാത്തു
സൂക്ഷിച്ച് പരിപാലിക്കട്ടെ. മാരനാഥ. May God bless you.